അപ്പോൾ നമ്മൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി ഒരു 9 കിലോമീറ്റർ അകലെയുള്ള ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ അടുത്താണ് ഉള്ളത്. സർനാഥ് അങ്ങനെയാണ് എൻ്റെ പേര്. ഇപ്പോൾ ബുദ്ധ ടെമ്പിളിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. കണ്ട ബാക്കിലൊരു വലിയ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. മാത്രമല്ല ബാക്കി വിശേഷങ്ങൾ കുറേ വരുന്നതായിരിക്കും. വാരണാസി വരികയാണ്, സർനാഥ് എന്ന് പറയും. ഓട്ടോയിൽ അവിടെ ഷെയർ ഓട്ടോ കിട്ടും. ഷെയർ ഓട്ടോ 40 രൂപ ആവുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. എന്തായാലും വാരണാസി വരുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് കണ്ടിട്ട് പോകും. സിനിമകളും അതോടൊപ്പം പഴയ കൊട്ടാരങ്ങളുടെ സെറ്റ് മൊണാസ്ട്രിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ, ഈ സർനാഥ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ വന്ന് കണ്ടിട്ട് പോകണം. എന്തായാലും അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്കാനിങ്ങിൻ്റെ എതിരിപ്പുണ്ട്. സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്കീമാണ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 10 രൂപയുള്ളൂ 2 പേർക്ക്. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ഇതുവഴിയാണ് ഉള്ളിലോട്ട് പോകാൻ. അങ്ങനെ നമ്മളിവിടെ കയറി ഫോണൊന്നും അലൗഡല്ല. ഫോണ്, ബാഗ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി അവർ വെച്ച്. ഫോണോ അലൗഡല്ല, ക്യാമറ അലൗഡാണ്. പക്ഷെ ഫോണോ കാര്യങ്ങളോ ഒന്നും അലൗഡല്ല. ഇതാണ് മ്യൂസിയം. അകത്ത് കയറി വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വീഡിയോ എടുക്കുന്നതിന്. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ളവർ കാണാം. ഇവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഇനി അവിടെ അടുത്ത ടിക്കറ്റ് എടുക്കണമെന്ന് പറയുന്നത്. ഇനി അവിടെ ചെന്നിട്ട് നോക്കാം. ഇനി അവിടെ എന്താ സ്ഥിതി എന്നറിയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല. മൊത്തം ഫോറിനേഴ്സാണ് ഇവിടെ. ഫോറിനേഴ്സും ചൈനക്കാരും മംഗോളിയനും ജപ്പാനികളും എല്ലാമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഈ ഇന്ത്യയിൽ കിടന്നിട്ട് ഇവിടെ ആരും തിരിഞ്ഞു പോലും നോക്കാനില്ല. എല്ലാം വരുന്നവരെല്ലാം ഫോറിനേഴ്സാണ് മൊത്തം. എൻ്റെ കൂടെ ഒരു ഫോറിനർ ഉണ്ടായിരുന്നില്ല, ആദർശേ. എൻ്റെ കൂടെയുള്ള ഫോറിനറെ കിട്ടി. പുള്ളി നടന്നൊക്കെ പോവുകയാണ്. വന്ന് ഇവിടെ കാണാൻ കൊള്ളത്തില്ല, എന്തോ കട്ടയൊക്കെ വെച്ച് കുഴിയൊക്കെ ഇട്ടിട്ട് എന്താണ്ടൊക്കെ പണിഞ്ഞ് വെച്ചേക്കുന്നത്. പണിഞ്ഞല്ല, പഴയ ഏതോ പൊളിഞ്ഞ് കിടക്കുന്നതാ. അവിടെ കയറി കാണാതെ നമ്മുടെ കൂടെ വന്ന ഫോറിനറായ ആദർശിനോട് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു കാണാൻ ഒരു രസമില്ല. അപ്പോൾ പിന്നെ അവിടെ കയറണ്ട എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് എന്തായാലും ഞാനും നോക്കിയിട്ട് വലിയ രസമൊന്നും കാണുന്നില്ല. വെറുതെ കല്ലും കട്ടയൊക്കെ വെച്ച് അവിടെ ചുടുകട്ടയൊക്കെ വെച്ചിട്ട് മരണക്കുഴിയൊക്കെ എടുത്തിട്ട് കെട്ടി വെച്ച് വരിഞ്ഞേക്കുക. കാണണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നാലും വലിയ സുഖമില്ല കാണാൻ. ആണ്ടാ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ എന്താണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം.
അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടു, എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചൈനീസ് ടെമ്പിളിൻ്റെ അടുത്ത് വന്നപ്പോൾ അതിനെപ്പറ്റി ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ഞാൻ പറഞ്ഞ് സർനാഥ് ദ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ സൈറ്റ് ബ്രോഡ് ബൈ ലൈറ്റ് മിസ്റ്റർ ഡുക്കൻ ആൻഡ് കോൾമേറ്റ്. അപ്പോൾ ഇവൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞ് കട്ട വെച്ച് കെട്ടിയേ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വിവരണം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബോധയാഗം, നമ്മളൊരു ടെമ്പിളിൽ പോയായിരുന്നു വലിയൊരു. അപ്പോൾ അത് പിന്നെ ലുംബിനി, അതോടൊപ്പം തന്നെ കുഷിൻകാര. എല്ലാം പഴയ പ്രാചീന പുരാതന ബുദ്ധിസ്റ്റ്, അതായത് ബുദ്ധമതം മാത്രം സ്വീകരിച്ചിട്ട് ബുദ്ധിസ്റ്റുകളാണ് ഇവിടെ മൊത്തം. ഒരു മൈൽ റോഡിൽ കൂടെ പോകുന്നുണ്ട്. ഇത് ബാക്കിലൊരു വലിയ എന്തോ ഒരിത്. നിങ്ങളിങ്ങനെ കറങ്ങുക, ചുമ്മാ അതുവഴി ഇതുവഴി എല്ലാം നിന്ന് കറങ്ങുക വാരണാസി മൊത്തം. ഞാനിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 1 മാസത്തോളമായി വാരണാസി വന്നിട്ട്. വാരണാസിയിലിപ്പോൾ കാണാൻ സ്ഥലങ്ങളെന്ന് പറയാൻ സ്ഥലങ്ങൾ കുറവാണ്. എല്ലാവരും വരുന്നു, വാരണാസി പോകുന്നു, കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം കാണുന്നു, ഒരു 3-4 ദിവസം കഴിയുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ വാരണാസി അറിയണമെങ്കിൽ കുറേ ഉണ്ട്, നിഗൂഢമായ പലതും ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വിചാരിക്കുന്ന പോലെ ചില സ്ഥലങ്ങളിൽ വാരണാസി അത്ര നല്ലതൊന്നുമല്ല. മദ്യവും മയക്കുമരുന്നും, മദ്യം മാറ്റിവിട്, അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ മയക്കുമരുന്ന്, ഇഞ്ചക്ഷൻ പോലുള്ള മയക്കുമരുന്ന്, അക്കിൽ വെക്കുന്ന ഗുളിക, ഇതെല്ലാം ഉപയോഗിക്കുന്നവർ, അത് ശീലമാക്കിയിട്ടുള്ളവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ തന്നെ, ഈ വാരണാസി തന്നെ. അപ്പോൾ നിങ്ങൾ വന്ന് ഓരോ കുരുക്കിലും പെട്ടിലും ഒന്നും ചാടാതിരിക്കുക, മാക്സിമം വരിക, നിങ്ങളുടെ കാര്യം നോക്കുക, അത് കഴിയുക പോവുക. അതേപോലെ തന്നെ ഓരോരുത്തർ അങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഓട്ടോക്കാരും വിളിക്കും. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, എങ്ങോട്ട് പോകണോ എങ്ങനെ പോകണമെന്ന്. ആ ഒരു പ്ലാൻ വെച്ച് മാത്രം നിങ്ങൾ വരിക. വരുന്നു, നിങ്ങളുടെ പരിപാടികളെല്ലാം കഴിയുന്നു, അതേപോലെ തന്നെ തിരിച്ചു പോകണം. ഇഷ്ടംപോലെ ചതിക്കുഴികളുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആപത്തുകളും ഈ വാരണാസിയിൽ തന്നെ മറിഞ്ഞിരിക്കും. അത് എല്ലാവരും പറയുന്ന പോലെയല്ല, ഞാനിവിടെ നിന്ന് കണ്ട് അറിഞ്ഞതാണ്. ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നതാണ്. എല്ലാം കേട്ടിട്ട് അറിഞ്ഞും കണ്ടും നിങ്ങൾ വാരണാസി മാന്യമായിട്ട് വരുന്നു, നിങ്ങളുടെ കാര്യം നോക്കി തിരിച്ച് അതേപോലെ നാട്ടിലേക്ക് പോകണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ സീ യു സൂൺ, ബൈ.